ഹലോ, ഡേറ്റ എൻട്രി ചെയ്തുകൊണ്ട് ആയിരങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫ്രീലാൻസിംഗ് വെബ്സൈറ്റായ ഹബ്സ്റ്റാഫ് ആണ് ഡാറ്റ എൻട്രി ജോബ്സ് കണ്ടുപിടിക്കാനായി നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. സോ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. talent.hubstaff.com എന്ന് ബ്രൗസറിൽ ടൈപ്പ് ചെയ്താലും മതി. നമുക്ക് ഒരുപാട് ഫ്രീലാൻസിംഗ് വെബ്സൈറ്റുകൾ പരിചിതമാണ്. ഫൈവർ, അപ്വർക്ക്, ഫ്രീലാൻസർ എന്നിവ. അത്തരമൊരു വെബ്സൈറ്റാണ് ഹബ്സ്റ്റാഫ് ടാലൻറ്റ്. സോ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇവർ പറയുന്നുണ്ട് 100% ഫ്രീ ആണെന്ന്. സോ ഈ ഫ്രീ എന്ന് ഉദ്ദേശിക്കുന്നത് ഹബ്സ്റ്റാഫ് ഒരു വിധത്തിലുള്ള കമ്മീഷൻസും നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് മറ്റുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ നിന്ന് ഒരു കമ്മീഷൻ എടുത്തതിന് ശേഷമാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്നത്. പക്ഷേ ഈ ഒരു വെബ്സൈറ്റിൽ അങ്ങനെ ഒരു ഹിഡൻ ചാർജസോ അല്ലെങ്കിൽ കമ്മീഷനോ ആയിട്ട് നമ്മളിൽ നിന്ന് ഒരു എമൗണ്ടും എടുക്കുന്നില്ല. ഇനി ഹബ്സ്റ്റാഫ് ടാലൻറ്റിൽ ഡാറ്റ എൻട്രി ജോബ്സ് മാത്രമല്ല, ഒരുപാട് ജോബ്സ് അവൈലബിൾ ആണ്. ഇവിടെ കാറ്റഗറീസ് കണ്ടോ: ഡെവലപ്മെൻറ്റ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, ഡിസൈൻ ആൻഡ് മൾട്ടിമീഡിയ, റൈറ്റിംഗ് ആൻഡ് കോണ്ടൻറ്റ്, ഡാറ്റാബേസ് ആൻഡ് IT, അഡ്മിൻ, ബിസിനസ് കൺസൾട്ടിംഗ് എന്നിങ്ങനെ. താഴെ വ്യൂ ഓൾ കാറ്റഗറീസ് അടിച്ചാൽ എല്ലാ കാറ്റഗറീസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡാറ്റ എൻട്രി മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി താഴോട്ട് പോയാൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീലാൻസേഴ്സിനെ കാണാൻ സാധിക്കും. ഇവിടെ അവരുടെ പേര്, അതേപോലെ തന്നെ അവർ ചാർജ് ചെയ്യുന്ന എമൗണ്ട്, പിന്നെ അവരുടെ സ്കിൽസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ അവരെക്കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷൻ, ഇതൊക്കെ ഇവിടെ കാണാം. ഇനി എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. സോ ഏറ്റവും മുകളിൽ സ്റ്റാർട്ട് എ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫുൾ നെയിം, ഇമെയിൽ ID, അതുപോലെ തന്നെ ഒരു പാസ്വേഡും സെറ്റ് ചെയ്ത് കൊടുത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് സൈനപ്പ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് ഇമെയിൽ വെരിഫിക്കേഷൻ ആണ്. സോ നിങ്ങളുടെ ഇമെയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം വെരിഫൈ ചെയ്താൽ ഹബ്സ്റ്റാഫ് ടാലൻറ്റിൻ്റെ അക്കൗണ്ടിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ലോഗിൻ ആവും. ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് പ്രൊഫൈൽസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ച് നോക്കാം. നിങ്ങളുടെ പ്രൊഫൈലും ഇതുപോലെ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേര്, നിങ്ങൾ ചാർജ് ചെയ്യുന്ന എമൗണ്ട്, ഡിസ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ ലൊക്കേഷൻ, ഇതെല്ലാം ഇവർ ഡിസ്പ്ലേഡ് ആയിട്ട് കാണിക്കുന്നതാണ്. ഇനി അടുത്തതായി എങ്ങനെയാണ് ജോബ് സെർച്ച് ചെയ്യുക എന്ന് നോക്കാം. ഇവിടെ മുകളിൽ ബ്രൗസ് ജോബ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ജോലിയാണോ ബ്രൗസ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഞാനിവിടെ ഡാറ്റ എൻട്രി ആണ് സെർച്ച് ചെയ്യുന്നത്. സോ ഡാറ്റ എൻട്രി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഡാറ്റ എൻട്രി ജോബ്സ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സോ ഇവിടെ ഒരുപാട് ജോബ്സ് അവൈലബിൾ ആണ്. ഡാറ്റ എൻട്രി VA ഫുൾ ടൈം. ഈ ഫുൾ ടൈം എന്ന് പറയുന്നത് ടോട്ടൽ വർക്കിനായിരിക്കും ഇവിടെ പേയ്മെൻറ്റ്. നെക്സ്റ്റ് ജോബ് കണ്ടോ, അവിടെ അവർലി ആണ് പേയ്മെൻറ്റ്. $5 per hour, $10 per hour. സോ അവിടെ അവർലി ആണ് പേയ്മെൻറ്റ് വരുന്നത്. ഫുൾ ടൈമിൻ്റെ കേസിലാണെങ്കിൽ ആ ടോട്ടൽ വർക്ക്, അത് എത്ര സമയമെടുത്ത് ചെയ്താലും ആ ടോട്ടൽ വർക്കിനാണ് ആ ഒരു പേയ്മെൻറ്റ് അവർ പറയുന്നത്. ഞാനിപ്പോൾ ഈ ഒരു വർക്ക് എടുത്ത് കാണിച്ചു തരാൻ പോവുകയാണ്. സോ ഇവിടെ അവർലി ആണ് പേയ്മെൻറ്റ്, $10 per hour. അവിടെ ജോബ് സ്കിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലാംഗ്വേജസ് കണ്ടോ, ഇംഗ്ലീഷ് ആൻഡ് ചൈനീസ്. സോ ഇത് നമുക്ക് പറ്റുന്നതല്ല. ചൈനീസ് അറിയുന്നവരാണെങ്കിൽ ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് ചൈനീസ് അറിയുമെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് അപ്ലൈ ഫോർ ജോബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്: ഫ്രീലാൻസർ ആൻഡ് ഏജൻസി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ജോലി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാം. സോ നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് എങ്കിൽ ഫ്രീലാൻസർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളൊരു ഏജൻസി ആയിട്ട്, അതായത് നിങ്ങൾക്ക് ആ ജോലി അറിയില്ല, നിങ്ങൾക്ക് ഡാറ്റ എൻട്രി അറിയില്ല, പക്ഷേ നിങ്ങൾ മറ്റൊരാളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്, അതായത് നിങ്ങളൊരു ഏജൻസി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ ഏജൻസി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ ഞാനിവിടെ ഫ്രീലാൻസറാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യണം. അതായത് ഇവിടെ ഇവർ ചോദിച്ചിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു ജോബിനായിട്ട് അപ്ലൈ ചെയ്യാം. പ്രൊഫൈൽ അപ്ഡേഷൻ കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചിലപ്പോൾ അവർ ചോദിക്കും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ചൈനീസ് എഴുതാനും വായിക്കാനും അറിയാമോ, അല്ലെങ്കിൽ നിങ്ങൾക്കിതിനു മുന്നേ ഡാറ്റ എൻട്രി ചെയ്ത്
പരിചയമുണ്ടോ? അങ്ങനെ പരിചയമുണ്ടെങ്കിൽ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള വർക്കുകൾ ഷെയർ ചെയ്യാനും അവർ ആവശ്യപ്പെടാം. സോ ഹബ്സ്റ്റാഫ് ടാലൻറ്റ് എന്ന വെബ്സൈറ്റിൽ എങ്ങനെയാണ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഒരു ജോലി കണ്ടുപിടിക്കുക, അതുപോലെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. സോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ഇന്ന് തന്നെ ഫ്രീലാൻസറായി വർക്ക് ചെയ്ത് സമ്പാദിക്കാൻ തുടങ്ങിക്കോളൂ. ഇത്തരം മണി ഏർണിംഗ് സംബന്ധിച്ചുള്ള അറിവുകൾ നേടാനായി ഞങ്ങളുടെ ഫ്രീ ഇൻറ്റേൺഷിപ്പായ യുവ ആത്മനിർഭർ പ്രൊജക്റ്റിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ സമ്പാദിക്കാം എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ഫ്രീ ഇൻറ്റേൺഷിപ്പിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. 1,00,000 കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് IPSR ഈ ഒരു പ്രോജക്റ്റ് ആരംഭിച്ചത്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഇൻറ്റേൺഷിപ്പിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് സമ്പാദിക്കാനുമുള്ള ഒരു ഓഫർ ഈ ഒരു ഇൻറ്റേൺഷിപ്പിൽ അടങ്ങിയിരിക്കുന്നു. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിൽ നിന്നും നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഗൈഡൻസ് നേടാം. യാൻ പ്രോജക്റ്റ് ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ് ആൻഡ് ദിസ് ഈസ് ആബ്സല്യൂട്ട്ലി ഫ്രീ. നിങ്ങൾ ₹1 പോലും ഈ ഒരു ഇൻറ്റേൺഷിപ്പിനായി ചെലവാക്കണ്ട. ഈ ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമാകാനായി ഇവിടെ കാണുന്ന ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് ഇന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വഴി ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകൂ. ഇത്തരം വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.